ഫാത്തിംതാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു മീൻകറി ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. മീൻകറി എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, പക്ഷെ ഓരോ വീട്ടിലും ഓരോ ടേസ്റ്റ്, ഓരോരുത്തരും വ്യത്യസ്തമായ മീൻകറികളല്ലേ. അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കുന്ന മീൻകറി നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വെച്ചിട്ടാണ്. അപ്പൊ എന്നും നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ആവില്ലെങ്കിൽ ഒന്ന് മാറ്റി ചെയ്ത് നോക്കി ടേസ്റ്റ് ഉണ്ടാകുന്ന നോക്കുക എല്ലാവരും. അപ്പോൾ ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്, പിന്നെ ഇത്തിരി പുളി, പാകത്തിന് ഉപ്പ്, കുറച്ച് ചെറിയ ഉള്ളി തൂമിക്കാനും വേണം, ഇതിൽ ആഡ് ചെയ്യാനും വേണം, പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് പെരിഞ്ജീരകം, വേപ്പില, പിന്നെ ഒരു തക്കാളി. നമ്മൾ മീൻ അറക്കിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളത് ഇടുക. ആവശ്യത്തിന് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ വേറൊരാൾ പറഞ്ഞൊരു നമ്മൾ കായ അരച്ചിട്ടുള്ള, കായം പരട്ടിയിട്ടുള്ള പൊരിക്കലല്ല, വേറൊരു പൊരിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് അതും നിങ്ങൾക്ക് കാണിക്കാച്ചിട്ടാണ് ഇതിവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. അതിലേക്ക് വേണ്ടത് ഇത്തിരി തേങ്ങ, വേപ്പില, ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്തിരി ഒരു ടീസ്പൂണ് ചതക്കിയത്. അത് ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അത് പറയാം. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കഞ്ഞ്. നമുക്കിതിന് ആവശ്യമായിട്ട് മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണും 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ പെരിഞ്ജീരകം ഞാൻ അതിലിട്ടിട്ടുണ്ട്. പെരിഞ്ജീരകം നമ്മൾ മല്ലി നാട്ടിൽ നിന്നൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ പെരിഞ്ജീരകം ഇട്ടിട്ടാണ് മല്ലി പൊടിക്കുക. ഇവിടുന്ന് പിന്നെ ഈ മല്ലിപ്പൊടി കിട്ടുമ്പോൾ അത്ര മണമൊന്നും ഉണ്ടാവില്ല, അതൊന്നും ഇടില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഒരു നല്ലൊരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. 3 ചെറിയ ഉള്ളി ഇതിലടിയുണ്ട്. ഇതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഇതിൽ ഒഴിക്കുക. നമ്മളിതൊന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അത് അടിച്ചിട്ടുണ്ട്, ഇതിൽ ഒഴിക്കുന്നുണ്ട്. വെള്ളം അധികം വേണ്ട, കുറച്ച് കറിയെല്ലാം വേണ്ടുള്ളൂ നമുക്ക്. പുളി ഒന്നിങ്ങനെ ഇതിൽ ഒഴിച്ചെടുക്കണം. പാകത്തിന് ഉപ്പിടുക. പാകത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി പച്ചമുളകും ഇതിൽ കരിഞ്ഞിടുക. വേപ്പിലയും കൂടി ഇതിലിട്ട് കൊടുക്കണം. അടുപ്പത്ത് വെച്ചിട്ട് നന്നായി തിളക്കണം. നമ്മൾ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായി തിളച്ചിട്ട് ഒന്ന് മസാലയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം വേവായി തുടങ്ങുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. അത് തിളക്കണ സമയം കൊണ്ട് നമുക്ക് ഈ മീന് കായം തേച്ച് വെക്കാം. ഒരു ഇത്ര മീനിൽക്കാണ് ഞാനൊരു 1.5 ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ചേർക്കുക. വെളിച്ചെണ്ണ കുറച്ച് ചേർക്കുക. ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തുണ്ട്. ഇതൊന്ന് മിക്സ് ആവാൻ വെളിച്ചെണ്ണ ചേർത്താൽ മതി. ഇതിൽ വേറൊന്നും, ഈ കായത്തിൽ വേറൊന്നും നമുക്ക് ആഡ് ചെയ്യണില്ല. ഒത്തിരി കൂടി എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇവിടുത്തെ കായുണ്ട്, അങ്ങനെയാണ് സാധാരണ പൊരിക്കാറ്. ഇത് ഒരാൾ പറഞ്ഞത്, അത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കായം പരട്ടി അല്ലാതെ ഉണ്ടാക്കിയിട്ട് അത് കായം തേച്ച് വെക്കുക. ഇത് കുറച്ച് നേരം കറി ആവുന്നത് വരെ ഇതൊന്ന് കായം പിടിച്ചിട്ട് നമുക്ക് പൊരിക്കാം. നമുക്ക് മീൻ പൊരിക്കാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. വെള്ളം പൊട്ടി കഴിഞ്ഞ് അതിൽ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മറിച്ച് നോക്കാം. ഇത് കറക്റ്റായിട്ട് ആയിട്ടില്ല, പക്ഷെ ഒന്ന് വേഗം മറിച്ചിട്ടാല് നമുക്കത് ഭാഗം വന്നതിന് ശേഷം ഒന്നുകൂടി മറിക്കും. മീനായിട്ടുണ്ട്. മീനൊക്കെ നമ്മൾ കോരിട്ടതിന് ശേഷം നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഈ എണ്ണയിലേക്ക് തന്നെ, ഈ മീൻ കോരിയെടുത്ത എണ്ണയിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് നമുക്ക്
ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് ഇത് നമ്മൾ എടുത്ത് വെച്ചാൽ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചെറുതായി പൊരിച്ച്, ഈ മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ, വെളിച്ചെണ്ണയിലാണ് ഈ മീൻ പൊരിച്ചത്, അതാണ് നല്ലത്. ഇതിൽക്ക് ടേസ്റ്റ് അതാണ്. എന്നിട്ട് ഇതൊന്നും ചെറുതായി പൊരിഞ്ഞെടുക്കുക. എണ്ണ കൂടുതലാണ് പൊരിച്ചത് വെച്ചെങ്കിൽ കുറച്ചിങ്ങനെ മാറ്റി വെച്ചിട്ട് ബാക്കിയിലിടാട്ടോ. ഞാൻ മാറ്റി വെച്ചില്ല, ഞാൻ അതിലാണ്ട് ഇട്ട്. കൂടുതൽ എണ്ണ ഉപയോഗിക്കാത്തവർക്ക് അങ്ങനെ ചെയ്യാം. കുറച്ച് എണ്ണ വേണം ഇത് മൊരിഞ്ഞിട്ടാണ്. ഒരു വീട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഇത് ഈ തേങ്ങ, ഈ മസാല ഈ മീനിന്റെ മേലിൽ മസാല ഇങ്ങനെ കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റാണ്. കറി തിളച്ച് വരുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് ഒരു 5-6 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീനിടാം. മീനിന്റെ പേര് ഞാൻ പറഞ്ഞ അറുക്കിയാണ് മീന്. എല്ലാ മീൻ വെച്ചിട്ടും ചെയ്യാം. അങ്ങനെ തന്നെയാണ് വലിയ മീനുകളൊക്കെ അങ്ങനെ തന്നെയാണ് കറി വെക്കുക. റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊന്ന് തൂമിച്ചൊഴിക്കാം. തീ ഓഫ് ചെയ്ത് ഇതിൽ ഉള്ളി, ബാക്കി വന്ന ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് തൂമിച്ചെടുക്കണം. മൂട്ട് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കുക. സ്വാദിഷ്ടമായ മീൻകറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.